പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മൾ ഏതാണ്ട് ഒരു 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ആസ്ട്രോണമി പരിപാടി കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അന്ന് ഏതാണ്ട് 29ാമത്തെ എപ്പിസോഡോടുകൂടിയാണ് നമ്മൾ നിർത്തിവെച്ചിരുന്നത്. പല ഭാഗത്തുനിന്നും അന്വേഷിച്ചുകൊണ്ട് സമ്മർദ്ദം വന്നതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നത്. വ്യക്തിപരമായി ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7 മാസം നിശബ്ദനായിപ്പോയത്. ഏതായാലും നമ്മളിന്ന് ബാക്കി ഭാഗങ്ങളും കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഈ ഭാഗത്തെ 30ാമത്തെ ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആ 30ാമത്തെ ഭാഗത്തിൽ പ്രധാനപ്പെട്ട 18ാം നൂറ്റാണ്ടിലെ 5-6 ശാസ്ത്രജ്ഞന്മാരെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 28-29 ഭാഗങ്ങളിൽ നമ്മൾ തന്നിരുന്നത്, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വളരെ പ്രശസ്തമായ ഒരു ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയലായിരുന്നു. കേട്ടിട്ടുണ്ടാവും, സ്റ്റെല്ലേറിയം. അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 എപ്പിസോഡിലാണ് അത് ഞാൻ അവതരിപ്പിച്ചിരുന്നത്. അതിൻ്റെ അവസാന ഭാഗം നമുക്ക് വീണ്ടും പറയാം. പക്ഷേ ഇന്ന് നമ്മുടെ 18ാം നൂറ്റാണ്ടിലെ 4-5 ശാസ്ത്രജ്ഞന്മാരെ പറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അതിലൊന്ന് ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ഒരു മനുഷ്യനാണ്. പേര് ഇമ്മാനുവൽ കാന്റ്. ഫ്രഞ്ചുകാരനാണ്. പാശ്ചാത്യ തത്വശാസ്ത്രത്തിൻ്റെ പ്രമുഖ ചിന്തകനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഇമ്മാനുവൽ കാന്ത് ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചിന്തകളാണ് വാസ്തവം പറയുകയാണെങ്കിൽ 18ാം നൂറ്റാണ്ടിലെ ജ്യോതിശാസ്ത്രത്തിന് വഴിത്തിരിവായത്. അതുവരെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ നമ്മുടെ പ്രപഞ്ചം എന്ന ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നില്ല. സൗരയൂഥം ആയിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചത്, ചിന്തിച്ചത്. അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കാന്റ് പ്രപഞ്ച വിശാലതയെപ്പറ്റി ചിന്തിച്ചതിന് ശേഷമാണ് സാധാരണ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ആ വഴിക്ക് അവരുടെ ചിന്തയെ വഴിതിരിച്ചു വിട്ടത്. എന്താണെന്ന് നോക്കാം. കാന്റാണ് ആദ്യം പറഞ്ഞത് ക്ഷീരപഥവും സൗരയൂഥവും ഒക്കെ ഉണ്ടായത് വ്യത്യസ്തമായ വാതക മേഘപടലങ്ങളിൽ നിന്നാണെന്ന്. അവ ഘനീഭവിച്ച് ഉണ്ടായതാണ് ഈ 2 വലിയ കൂറ്റൻ പ്രതിഭാസങ്ങളും, ക്ഷീരപഥവും സൗരയൂഥവും. വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇതിനെ ചുവട് പിടിച്ചാണ് പിന്നീട് അങ്ങോട്ടുള്ള ഗവേഷണങ്ങൾ നടന്നത്. ക്ഷീരപഥത്തിൽ തന്നെ ധാരാളം നക്ഷത്രങ്ങളുള്ള വലിയ ഒരു തളികയാണെന്നുള്ള കാന്റിൻ്റെ കാഴ്ചപ്പാട് പിൽക്കാലത്ത് സ്ഥിരീകരിക്കപ്പെട്ടു. ആ നക്ഷത്രപടലങ്ങൾ ഇന്ന് നമ്മൾ ആകാശത്ത് നോക്കിയാൽ കാണുന്ന, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഭീമാകാരമായ ആ തളിക മധ്യത്തിലിരിക്കുന്ന അതിൻ്റെ കേന്ദ്രവും ചുറ്റുമുള്ള തളികയുമൊക്കെ ഇന്ന് സാധാരണ വാനനിരീക്ഷകർക്ക് പോലും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ കാന്തിനെ കൂടാതെ നമ്മളിന്ന് വേറെ ചില ശാസ്ത്രജ്ഞന്മാരെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് ഗിലോം ലേ ജെൻഡിൽ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ചുകാരനായ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം വളരെ നിർഭാഗ്യവാനായ ഒരാളാണ്. 1761-69 ശുക്രസന്തരണം നിരീക്ഷിക്കാനായിട്ട് തൻ്റെ സർവസ്വവും ത്യജിച്ച് കൂട്ടുകാരുമൊത്ത് കപ്പലിൽ ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലുള്ള പോണ്ടിച്ചേരിയിലേക്ക്. നിർഭാഗ്യവശാൽ 2 സന്ദർശനവും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല.
കൂട്ടത്തിൽ സന്തരണം എന്താണെന്നുള്ളത് കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷമുള്ള നമ്മൾ പറയാൻ പോകുന്ന ആളാണ് ജോഹാൻ ടൈറ്റസ് ബോഡെ. ബോഡയുടെ വിശേഷങ്ങളും പറയുന്നു. പിന്നെ നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒബ്സർവേറ്ററി, പ്രശസ്തമായ വാന നിരീക്ഷണ കേന്ദ്രത്തിൽ പ്രവർത്തിച്ച ചാൾസ് മേസൺ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ, കൂടാതെ നിങ്ങൾക്കൊക്കെ വാനനിരീക്ഷകർക്കൊക്കെ പരിചയമുള്ള മെസ്സിയർ വസ്തുക്കളെ കണ്ടുപിടിച്ച ചാൾസ് മെസ്സിയർ, അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹം ആകാശത്ത് തിരിച്ചറിയാത്ത, രൂപങ്ങളാൽ തിരിച്ചറിയാത്ത നിരവധി വസ്തുക്കളെ പട്ടികപ്പെടുത്തി അവക്കൊക്കെ നമ്പറിട്ട് പേര് കൊടുത്തു, 1 മുതൽ 110 വരെ. ഇന്ന് ഏതൊരു സാധാരണ വാന നിരീക്ഷകന് പോലും എന്താണ് മെസ്സിയർ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയും. അവർക്കതൊക്കെ പരിചയമാണ്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ആളുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി. കാണൽ മാത്രം പോരാ, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണം, ഷെയർ ചെയ്യണം. കണ്ട ഒരാൾ 2 ആൾക്കെങ്കിലും ഷെയർ ചെയ്യണം. നമുക്ക് വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിന് ധാരാളം ശ്രോതാക്കളുണ്ട്, പക്ഷേ അവരറിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അവരുമായിട്ടിത് പങ്കുവെക്കണം, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനം തത്വചിന്തകനും പാശ്ചാത്യ തത്വചിന്തയുടെ ഏറ്റവും വലിയ വക്താവും ആയ ഇമ്മാനുവൽ കാന്റ് ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. 1754 ബെർലിൻ അക്കാദമിയിൽ നടന്ന ഒരു ചർച്ചയിൽ ചന്ദ്രബിംബത്തിൻ്റെ ഗുരുത്വം ഭൂമിയെ ബാധിക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിനടുത്ത വർഷം സൗരയൂഥം, ക്ഷീരപഥം തുടങ്ങിയ പ്രതിഭാസങ്ങൾ അതിഭീമമായ വാതകപടലം ഘനീഭവിച്ചുണ്ടായതാണെന്ന് സമർത്ഥിച്ചു. ക്ഷീരപഥം നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു വലിയ തളികയാണെന്നും വിദൂര ഗാലക്സികൾ അതിന് പുറത്തുള്ളവയാണെന്നും സമർത്ഥിച്ചു. ഈ അഭിപ്രായം അക്കാലത്തെ ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഒരു വിശാല പ്രപഞ്ചം എന്ന കാഴ്ചപ്പാടിന് തുടക്കം കുറിച്ചു. ഈ പരമ്പരയിലെ രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ഗില്ലോം ലെ ജെന്റിലാണ്. 1725 മുതൽ 1792 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. പല ഛിന്നഗ്രഹങ്ങളെയും കണ്ടുപിടിച്ച ആളാണ്. 1761 1769 നടന്ന ശുക്രസഞ്ചരണം നിരീക്ഷിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ഫ്രാൻസിലെ കൗട്ടൻസാസിൽ ജനിച്ച ജെന്റിൽ ദൈവശാസ്ത്രം പഠിക്കാനാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ജ്യോതിശാസ്ത്രത്തിലേക്ക് തിരിയുകയായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ട് നമ്മളിന്ന് അറിയുന്ന മെസ്സിയർ വസ്തുക്കളിൽപ്പെട്ട പല വസ്തുക്കളെയും ആദ്യമായി തിരിച്ചറിഞ്ഞത് ജെന്റിലാണ്. M32, M36, M8, M38 തുടങ്ങിയ വസ്തുക്കളെയും സിഗ്നസ് ഗണത്തിലെ 2 നെബുലയെയും ആദ്യം കണ്ടെത്തിയത് ജെന്റിലായിരുന്നു. നമുക്ക് ജെന്റിൽ ശുക്രസഞ്ചരണം നടത്താൻ പോയ കാര്യം മനസ്സിലാക്കാം. എന്താണ് ശുക്രസഞ്ചരണം എന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ പറയാം. സൂര്യബിംബത്തിൻ്റെ മുമ്പിലൂടെ ശുക്രഗ്രഹം അപൂർവമായെങ്കിലും കടന്നു പോകുന്ന ആ ഒരു പ്രതിഭാസത്തിനാണ് ശുക്രസഞ്ചരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഓഫ് വീനസ് എന്ന് വിളിക്കും. ഇങ്ങനെ ട്രാൻസിറ്റ് ചെയ്യുന്ന 2 പ്രതിഭാസങ്ങളേ ഉള്ളൂ. ഒന്ന് ബുധന്റെ സഞ്ചരണവും രണ്ടാമത് ശുക്രസഞ്ചരണവും. എന്തുകൊണ്ടെന്നാൽ ഈ 2 ഗ്രഹങ്ങളും ഭൂമിക്കും സൂര്യനും ഇടക്കാണ് സഞ്ചരിക്കുന്നത്. അവ മാത്രമേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബുധനായാലും ശുക്രനായാലും സൂര്യൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോവുള്ളൂ. അതുകൊണ്ടാണ്
ഇവയ്ക്ക് ട്രാൻസിറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇവയല്ലാതെ സൂര്യൻ്റെ പിറകിൽ കൂടെ കടന്നു പോകുന്ന ഗ്രഹങ്ങളും ഉണ്ടല്ലോ ധാരാളം. അവയ്ക്ക് പറയുന്നത് ഒക്കൾട്ടേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ മലയാളത്തിൽ ഉപഗൂഹനം എന്ന് പറയും. ഇവിടെ ചിത്രത്തിൽ താഴെ ഭാഗം കൊടുത്തിരിക്കുന്നത് ശുക്രസന്തരണത്തിൻ്റെ ഒരു ചിത്രമാണ്. ശുക്രൻ സൂര്യബിംബത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കടന്ന ഒരു കറുത്ത പൊട്ടായിട്ട് കാണാം. 6-7 മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ശുക്രൻ പിന്നെ സൂര്യൻ്റെ ബിംബത്തിനകത്തൂടെ സഞ്ചരിച്ചുകൊണ്ട് പുറത്തേക്ക് കടന്നു പോകുന്നത്. നമ്മുടെ ഈ അടുത്ത കാലത്തായി നടന്ന ശുക്രസന്ദർഭങ്ങൾ 2 പ്രാവശ്യമാണ്. അതൊന്ന് 2004-ലും രണ്ടാമത്തേത് 2012-ലും. അപ്പോൾ 8 വർഷത്തെ ഇടവേളകൾ ഈ ഒരേ സമയത്തുണ്ടാകുന്ന ശുക്രസന്ദർഭത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. എഡ്മണ്ട് ഹാലിയാണ് ശുക്രസന്ദർഭത്തിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. ലബണസോവ് പറഞ്ഞുവെങ്കിലും അതിനുള്ള ഗണിത രീതി, അതായത് ശുക്രസന്ദർഭത്തിൻ്റെ സമയത്തെടുക്കുന്ന അളവുകൾ വെച്ചുകൊണ്ട് എങ്ങനെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കൃത്യമായി കണ്ടുപിടിക്കാം, അതിനു വേണ്ടിയുള്ള ഒരു സങ്കീർണമായ ഗണിത രീതി ഹാലി വികസിപ്പിച്ചിട്ടുണ്ട്. ആ കണക്കുകൾ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആ അളവുകൾ എങ്ങനെ എടുക്കാം നോക്കാം. ഇവിടെ ഭൂമിയെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഭൂമി. മധ്യത്തിലേക്ക് ശുക്രൻ, സൂര്യൻ്റെ മുമ്പിൽ കൂടെ ശുക്രൻ കടന്നു പോകുന്ന ചിത്രം കൂടെ കാണാം. ഈ കടന്നു പോകുന്ന സമയത്ത് ആദ്യത്തെ സൂര്യൻ്റെ പെരിഫർ, അല്ലെങ്കിൽ സൂര്യൻ്റെ പുറം ഭാഗവുമായി തൊടുന്ന സമയത്തിന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നാണ്. ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടാവുന്ന കോണ്ടാക്റ്റിന് പറയുന്നത് സെക്കൻഡ് പോയിന്റ് എന്നാണ്. മധ്യത്തിലേക്ക് എത്തുന്ന ആ പോയിന്റിന് പറയുന്നത് തേർഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പുറത്തേക്ക് കടക്കുന്ന ആദ്യത്തെ പോയിന്റിന് പറയുന്നത് ഫോർത്ത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും പുറത്ത് കടന്നതിന് ശേഷമുള്ള കോണ്ടാക്റ്റിന് പറയുന്നത് ഫിഫ്ത്ത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും എന്നാണ്. അളവ് എടുക്കുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ നിന്നും നിരീക്ഷിക്കുന്ന ഒരാൾ ഈ ഓരോ പോയിന്റിലും മുട്ടുന്ന സമയത്ത് നടക്കുന്ന സമയത്തെ കൃത്യമായി അളന്ന് രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇങ്ങനെ കിട്ടുന്ന സമയത്തെ ഹാലി ഒരു സങ്കീർണ ഗണിത രീതിയിൽ കൂടെ സൂര്യനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ പ്രയോജനപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ ആ രീതി വളരെ സങ്കീർണമായി തോന്നുകയാൽ സൂര്യനിലേക്കുള്ള കൃത്യമായ ദൂരം കണ്ടുപിടിക്കാൻ മറ്റു മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സന്തരണം. ഈ സന്തരണം അക്കാലത്ത് കാണുന്നതിന് ജ്യോതിശാസ്ത്രത്തിൻ്റെ വികാസഘട്ടത്തിലുള്ള ഒരു വലിയ കണ്ടുപിടുത്തമാണത്. സൂര്യനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാമെന്ന് അറിയില്ലായിരുന്നു എങ്ങനെ വേണമെന്നുള്ളത്. അന്ന് ഹാലി ഈ ഗണിതം വികസിപ്പിച്ചെടുത്ത സമയത്ത് അതിനാദ്യം മുതിർന്നത് ലോകത്തിലെ പല ശാസ്ത്രജ്ഞ സംഘവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോയിട്ട് വിവിധ തരത്തിൽ അളവുകൾ എടുക്കുകയാണ് ചെയ്തത്. 1760 മാർച്ച് മാസം നമ്മുടെ ലേ ജെന്റിലും സംഘവും അക്കാലത്ത് ഫ്രഞ്ച് അധീനതയിലായിരുന്ന പോണ്ടിച്ചേരി, ഇന്ത്യയിലെ കിഴക്കൻ തീരങ്ങളിലെ പോണ്ടിച്ചേരി കപ്പൽ പുറപ്പെട്ടു. ആ കാലത്ത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 7 വർഷം യുദ്ധം നടക്കുകയായിരുന്നു. 1761 ജൂൺ 6-നായിരുന്നു സന്തരണം. കടൽക്ഷോഭത്താൽ കപ്പൽ കരയിൽ എടുക്കാൻ പ്രയാസപ്പെട്ടു. അവസാനം അടുത്തപ്പോഴേക്കോ പോണ്ടിച്ചേരി ഇംഗ്ലണ്ടുകാർ പിടിച്ചിറക്കിപ്പോയി. ജെന്റിലിന് കരയിൽ ഇറങ്ങാൻ അനുവാദം കൊടുത്തില്ല. അയാൾ ഫ്രഞ്ചുകാരനാണ്. അങ്ങനെ സന്തരണ ദൗത്യം 61-ലെ സന്തരണ ദൗത്യം നമ്മുടെ ജെന്റിലിന് പരാജയപ്പെട്ടു. സന്തരണം വീണ്ടും നടക്കേണ്ടിയിരുന്നത് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 1769. സന്തരണം നിരീക്ഷിക്കാൻ ജെന്റിലും സംഘവും
പോയത് മെഡഗാസ്കറിലേക്കാണ്. മെഡഗാസ്കർ ദ്വീപുകൾ എന്നാൽ ഇന്ത്യ മഹാസമുദ്രത്തിലെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുള്ള ഒരു ദ്വീപാണ്. ഈ ദ്വീപുകൾ അക്കാലത്ത് സ്പെയിനിൻ്റെ കീഴിലായതിനാൽ അവിടെ ഇറങ്ങാൻ അനുമതി കിട്ടിയില്ല. പോരെ പൂരം. അതിനിടയ്ക്ക് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചതുകൊണ്ട് ജെന്റിലും സംഘവും വീണ്ടും പോണ്ടിച്ചേരിയിലേക്ക് തന്നെ തിരിച്ചു. അവിടെ 1768 ഒരു നിരീക്ഷണ നിലയം സ്ഥാപിച്ചു. പക്ഷേ ജെന്റിലിനെ അവിടെയും ഭാഗ്യം കടാക്ഷിച്ചില്ല. 69 ജൂൺ 4 സന്ദർശനം നടക്കേണ്ട ദിവസമാണ്. ആകാശം പൂർണ്ണമായും മേഘാവൃതമായി പോയി. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ സന്ദർശനം കാണാനുള്ള അവസരം ജെന്റിലിന് നഷ്ടപ്പെട്ടു. അടുത്ത സന്ദർശനം നടക്കേണ്ടത് 121 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുവരെ അവിടെ കാത്തിരിക്കാൻ കഴിയുമോ? ജെന്റിലും സംഘവും തിരിച്ച് ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു. കടൽക്ഷോഭത്താൽ കപ്പൽ തകർന്നതിനാൽ ഒരു സ്പാനിഷ് കപ്പലിൽ ഫ്രാൻസിൽ തിരിച്ചെത്തിയ ജെന്റിലിനെ മറ്റൊരു ദൗർഭാഗ്യം കാത്തിരിപ്പുണ്ടായിരുന്നു. ഫ്രാൻസിലെ ഭരണാധികാരികൾ അവിടുത്തെ നിയമമനുസരിച്ച് അദ്ദേഹത്തിന് 7 വർഷക്കാലത്തെ ഫ്രാൻസിലെ അസാന്നിധ്യം കാരണം അദ്ദേഹം അന്തരിച്ചു പോയതായി പ്രഖ്യാപിച്ചു. അതോടെ ഭാര്യ വേറെ വിവാഹം കഴിച്ചു. ബന്ധുക്കൾ സ്വത്തെല്ലാം പങ്കുവെച്ച് എടുത്തു. റോയൽ അക്കാദമിയിലെ അംഗത്വവും നഷ്ടപ്പെട്ടു. പിൽക്കാലത്ത് സുദീർഘമായ നിയമയുദ്ധത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി എന്നുള്ള കാര്യം. ഇങ്ങനെ എത്രയെത്ര ശാസ്ത്രജ്ഞന്മാർ അവരുടെ വ്യക്തിഗത സുഖ സൗകര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് ശാസ്ത്രാന്വേഷണത്തിനായി പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആ ത്യാഗത്തിൻ്റെയൊക്കെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പല സംഭാവനകളും. നമുക്ക് അവയൊക്കെ സുഖ സൗകര്യത്തിൻ്റെ നിദാനം ഉണ്ട് എന്ന് നമ്മളെപ്പോഴും ഓർമ്മിക്കാറുണ്ടോ? മറ്റൊരു പ്രധാന ശാസ്ത്രജ്ഞനാണ് എലർട്ട് ലാംബർട്ട്. അദ്ദേഹം ഗണിതം, ഭൗതികം, പ്രകാശികം, ഭൂപട നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഗവേഷണം നടത്തിയ സ്വിസ് ശാസ്ത്രജ്ഞനായിരുന്നു. ജൊഹാൻ എലർട്ട് ലാംബർട്ട് ത്രികോണമിതിയിൽ ഹൈപ്പർബോളിക് കൊണ്ടുവന്നത് ലാംബർട്ടായിരുന്നു. ധൂമകേതുക്കളെ പദനിർണയത്തിന് കോണിക ഭാഗ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ലാംബർട്ട് തന്നെയായിരുന്നു. ഭൂപടങ്ങളെ വിവിധ തരത്തിൽ പ്രക്ഷേപണം ചെയ്യാനുള്ള രീതി ഉണ്ടാക്കിയതും നമ്മുടെ ലാംബർട്ട് തന്നെയായിരുന്നു. ഏതൊക്കെ രീതിയിൽ അദ്ദേഹം ആവിഷ്കരിച്ച രീതികൾ എന്നൊക്കെയാണ് നോക്കാം. കൺഫേംഡ് കോണിക് രീതി, ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ രീതി, അസിമുത്തൽ ഈക്വൽ ഏരിയ, സിലിണ്ട്രിക്കൽ ഈക്വൽ ഏരിയ, ട്രാവേഴ്സ് ഈക്വൽ ഏരിയ, സിലിണ്ട്രിക്കൽ ഏരിയ, ലാംബേർട്സ് കോണിക്കൽ ഈക്വൽ ഏരിയ എന്നിങ്ങനെയായിരുന്നു ഈ പ്രക്ഷേപണ രീതികൾ. അതുമാത്രമല്ല, 18ാം നൂറ്റാണ്ടിലാണെങ്കിലും പൈയുടെ വില തുടർച്ചയായ ഭിന്നസംഖ്യയാണെന്ന് ആദ്യം പറഞ്ഞ് ലാംബർട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 12 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ലാംബർട്ടിന് 12 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ ആര്യഭടനാൾക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും വായുവിലെ ജലാംശം കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഹൈഗ്രോമീറ്റർ ലാംബർട്ടാണ് രൂപകൽപ്പന ചെയ്തത്. തോമസ് റൈറ്റും ഇമ്മാനുവൽ കാന്റും വികസിപ്പിച്ച നെബുലർ സിദ്ധാന്തം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലൊന്ന് ലാംബർട്ട് ഉണ്ടാക്കിയിരുന്നു. 1761 ഉണ്ടാക്കിയ ഈ സിദ്ധാന്തപ്രകാരം സൂര്യൻ അടുത്തുള്ള നക്ഷത്രങ്ങൾ ഒരു ഗ്രൂപ്പായി ഒന്നായി സഞ്ചരിക്കുന്നുവെന്നും അത്തരം നിരവധി ഗ്രൂപ്പുകൾ ക്ഷീരപഥത്തിൽ ഉണ്ടെന്നും ലാംബർട്ട് അഭിപ്രായപ്പെട്ടിരുന്നു. 187 ചിഹ്നഗ്രഹം ലാംബർട്ടിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഒരു
സഹപ്രവർത്തകനാണ് ജൊഹാൻ ഡാനിയൽ ടൈറ്റസ്. ലെപ്സിഗ് സർവകലാശാലയിൽ നിന്നും ഭൗതികശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലും ബിരുദമെടുത്തു. ജൊഹാൻ എലർട്ട് ബോഡയുമെത്ത് സൗരയൂഥത്തിൽ സൂര്യനും ഗ്രഹങ്ങളും തമ്മിൽ നിശ്ചിത അകലം അല്ലെങ്കിൽ പാലിക്കുന്നുണ്ട് എന്നതിനൊരു ഫോർമുല ഉണ്ടാക്കി. എന്നാൽ ഈ ഫോർമുല എല്ലാ ഗ്രഹങ്ങളും അനുസരിക്കുന്നില്ല. അത് അനുസരിച്ച് ആദ്യത്തെ ഒരു ചിഹ്ന ഗ്രഹമാണ് സിറസ്. പക്ഷേ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം ആ ഫോർമുല അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രലോകം ഈ ഫോർമുലയെ ഒരു ശാസ്ത്രീയമായ ഫോർമുലയായിട്ട് അംഗീകരിച്ചില്ല. ശാസ്ത്രത്തിൻ്റെ രീതി അതാണല്ലോ. ശാസ്ത്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു തത്വം ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ആ തത്വം യൂണിവേഴ്സലായിരിക്കും. ആ തത്വം പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ ഏത് സാഹചര്യവും ഏത് സ്ഥലവും ഏത് കാലവും ഉപയോഗിച്ചുവോ അതേ സ്ഥലവും കാലവും പരിഗണിച്ചാൽ ലോകത്തിൽ എവിടെയുമുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ഒരേ ഫലം കിട്ടണം. അതിനർത്ഥം ശാസ്ത്രത്തിനൊരു യൂണിവേഴ്സലാലിറ്റി ഉണ്ട്. ശാസ്ത്രത്തിന് മറ്റ് യാതൊരു തരത്തിലുള്ള ഭേദവ്യത്യാസങ്ങളുമില്ല. മത, ജാതി, ലിംഗ, ഭാഷ, പ്രദേശ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രതിഭാസമാണ് ശാസ്ത്രം. ഈ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് അംഗീകരിക്കപ്പെട്ടില്ല. സിറസ് എന്ന ചിഹ്നഗ്രഹത്തെ കണ്ടുപിടിക്കുമ്പോൾ അതിൽ നമ്മുടെ ബോഡെ ടൈറ്റസിൻ്റെ തത്വം ശരിയാണെന്ന് കണ്ടു. പക്ഷേ പിൽക്കാലത്ത് അതേപോലെയുള്ള ഒരു ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിൻ്റെ കാര്യത്തിൽ അത് യോജിച്ചില്ല. അപ്പോൾ ശാസ്ത്രം തള്ളിക്കളഞ്ഞു. ഇംഗ്ലീഷ് ജ്യോതിശാസ്ത്രജ്ഞൻ ചാൾസ് മേസനാണ് അടുത്ത 18-ാം നൂറ്റാണ്ടിലെ മറ്റൊരു ശാസ്ത്രജ്ഞൻ. അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തി തിരിക്കുന്ന സർവേ പ്രവർത്തനത്തിൽ മേസൺ ഏർപ്പെട്ടിരുന്നു. 1756 മുതൽ 1760 വരെ ഇംഗ്ലണ്ടിലെ ആസ്ട്രോണമർ റോയൽ ജെയിംസ് ബ്രാഡ്ലിയുടെ സഹായിയായിരുന്നു. തോബിയാസ് മേയറുടെ ചാന്ദ്രപ്പട്ടികയുടെ സഹായത്തോടെ സമുദ്രയാത്രയിൽ വളരെ പ്രാധാന്യമുള്ള അത്യാവശ്യമായിരുന്ന രേഖാംശം കണ്ടുപിടിക്കാനുള്ള രീതി വികസിപ്പിക്കുന്നതിൽ ചാൾസ് മേസനാണ് മുൻകൈ എടുത്തത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രേഖാചിത്രം മുകളിലുള്ളത് ചാൾസ് മേസൻ്റെയും അതിന് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ജെയിംസ് ബ്രാഡ്ലിയുടേതുമാണ്. ഇവിടെ ഇടതുവശത്ത് ചിത്രം കാണിച്ചിരിക്കുന്നത് സുമാത്ര ദ്വീപുകളുടെ ചിത്രമാണ്. അതിൽ മറ്റൊരു ശാസ്ത്രജ്ഞന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്, ജെർമിയ ഡിക്സൺ. നമ്മുടെ ചാൾസ് മേസന്റെ ഒരു സുഹൃത്തായിരുന്നു ജെർമിയ ഡിക്സൺ. 761 ശുക്രസന്ദർശനം നിരീക്ഷിക്കാൻ രണ്ടുപേരും സുമാത്ര ദ്വീപിലേക്ക് പോയി. ഫ്രഞ്ച് സൈനികർ ആക്രമിച്ചതുകൊണ്ട് രണ്ടുപേരും അവിടുന്ന് തെക്കേ ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പിലേക്ക് പോയി. സന്ദർശനം നിരീക്ഷിച്ച അളവുകൾ എടുത്തു. തിരിച്ചു വരുമ്പോൾ അക്കാലത്തെ റോയൽ ആസ്ട്രോണമർ ആയിരുന്ന നെവിൽ മാക്സ്വെല്ലിനുമൊത്ത് സെന്റ് ഹെലീന ദ്വീപിലും സന്ദർശിച്ച് സന്ദർശനം നിരീക്ഷിച്ചു. 1768 അദ്ദേഹം അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. പിന്നീട് സ്വന്തം തട്ടകമായ ഗ്രീൻവിച്ചിലേക്ക് തിരിച്ചെത്തി. ഇടതുവശത്തെ കാണുന്നതാണ് ലോകപ്രസിദ്ധമായ ഗ്രീൻവിച്ച് നിരീക്ഷണ നിലയം. ആസ്ട്രോണമർ റോയൽ നെവിൽ മാസ്കലിൻ്റെ സഹായത്തോടെ നോട്ടിക്കൽ അൽമനാക്ക് എന്നാൽ സമുദ്രമാർഗങ്ങളിൽ ഉപയോഗിക്കുന്ന അൽമനാക്ക്, പഞ്ചാംഗം എന്ന് പറയും.
ചാൾസ് മേസന്റെ പേരിൽ ഒരു ചന്ദ്രനിൽ ഒരു ഗർത്തമുണ്ട്. അതിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചാൾസ് മെസ്സിയുടെ പേര് കേൾക്കാത്തവർ ചുരുങ്ങും. വളരെ പ്രസിദ്ധമായ മെസ്സിയെ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മെസ്സിയെ വസ്തുക്കൾ അവയുടെ പട്ടിക ഉണ്ടാക്കിയ ചാൾസ് മെസ്സിയെ ഫ്രാൻസിലെ ലൊറൈൻ പ്രദേശത്ത് നിക്കോളാസ് മെസ്സിയുടെയും 10ാമത്തെ പുത്രനായിട്ടാണ് ജനിച്ചത്. 1744 പ്രത്യക്ഷപ്പെട്ട 6 വാലുള്ള താഴെ ചിത്രം കാണാം. വലിയ ധൂമകേതുവിൻ്റെ വരവും ഒരു സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ മെസ്സി വാനനിരീക്ഷണത്തിൽ തുടക്കം കുറിച്ചത്. മെസ്സി കണ്ട സൂര്യഗ്രഹണം ഒരു ആനുലർ എക്ലിപ്സ് ആയിരുന്നു, വലയ സൂര്യഗ്രഹണം. പിന്നീട് ഫ്രഞ്ച് നാവികസേനയിൽ ചേർന്നുവെങ്കിലും 1753 നടന്ന ബുധസന്തരണം വീണ്ടും അയാളെ ഒരു വാനനിരീക്ഷണ കുതുകിയാക്കി. തുടർച്ചയായ വാനനിരീക്ഷണത്തിനിടയിൽ എപ്പോഴോ അദ്ദേഹം ധൂമകേതുക്കളെ പിന്തുടരുന്ന ധൂമകേതു വേട്ടക്കാരനായി മാറി. യൂറോപ്പിലെ ഏറ്റവും പ്രസിദ്ധനായ കോമറ്റ് ഹണ്ടറായി മാറി അദ്ദേഹം. കൃത്യമായ രൂപമില്ലാത്തതും മങ്ങിയതുമായ ഒട്ടേറെ പുതിയ ആകാശവസ്തുക്കളെ അദ്ദേഹം കണ്ടെത്തി. അവയൊക്കെ പട്ടികപ്പെടുത്തി. അവയിൽ ചിലത് നമുക്കിവിടെ കാണാം. M82, M32, M36, M87, M13 ഇവയൊക്കെ തന്നെ മെസ്സിയുടെ ഒബ്ജക്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. M എന്നാൽ മെസ്സിയർ ഒബ്ജക്റ്റ് എന്നാണ്. 110 ഒബ്ജക്റ്റുകളാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഈ വസ്തുക്കൾക്ക് മെസ്സിയെ 1 മുതൽ 110 വരെ അക്കങ്ങൾ കൊടുത്ത് പട്ടികപ്പെടുത്തിയിട്ടുണ്ടായി. അവയിൽ ഗാലക്സികളുണ്ട്, നെബുലകളുണ്ട്, നക്ഷത്ര വൃന്ദങ്ങളുണ്ട്, ഗ്രഹ സാദൃശ നെബുലകൾ ഒക്കെ ഉണ്ടായിരുന്നു. പാരീസിലെ പ്രസിദ്ധമായ ഹോട്ടൽ ഡി ക്ലൂനിയുടെ മട്ടുപ്പാവിൽ ഇടതുവശത്ത് കാണുന്നത് ആ ഹോട്ടലാണ്. 100 mm അപവർത്തന ടെലിസ്കോപ്പ് തൻ്റെ സുഹൃത്തും സഹയാത്രികനുമായ മെഷൈനുമൊത്ത് രാത്രികളിൽ ധൂമകേതുക്കളെ കാണാൻ കാത്തിരുന്നു. മെസ്സിയെ കണ്ടെത്തിയ 110 വസ്തുക്കളെ വാനനിരീക്ഷകർക്ക് ആസ്വാദ്യകരമായ ആകാശവിരുന്നാണ്. മെസ്സിയുടെ ഓർമ്മക്കായി അദ്ദേഹത്തിൻ്റെ പേരിൽ ചന്ദ്രനിലൊരു ഗർത്തവും 7359 എന്ന ഒരു ചിഹ്നഗ്രഹവും ഉണ്ട്.